അപ്പോൾ നമ്മുടെ ലൈഫ് മിഷൻ വീടിൻ്റെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് നമ്മൾ ഇലക്ട്രിക്കൽ കഴിയണ വരെയുള്ള പാർട്ടായിരുന്നു കേട്ടോ കേസ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനിയുള്ളത് തേപ്പും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെന്തായാലും അത് കാണുക. അപ്പോൾ നമ്മുടെ ലൈഫ് മിഷൻ വീഡിയോ ആണ്, അതോടുകൂടി നമ്മളും കയ്യിൽ നിന്ന് എടുത്തിട്ടും ഒക്കെ ചെയ്യുന്നൊരു ചെറിയൊരു വീടാണ് കേട്ടോ കേസ് ഞങ്ങളുടെ ഈ വീട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീട് പണി നടക്കുന്ന സ്ഥലത്താണ് കേസ്. അപ്പോൾ മെറ്റലുകളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പതുക്കെ ഇവിടെ വന്ന് ഇരിക്കുകയാണ് കേസ്. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ടൊരു വാതിലൊക്കെ വെച്ച് ഇലക്ട്രിക്കൊക്കെ കഴിഞ്ഞാണല്ലോ, അപ്പോൾ അതിന് ഒരു വാതിലൊക്കെ വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് നിലം കോൺക്രീറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായതാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ കേസ്. നമ്മൾ ചെറിയ നമ്മുടെ ആഗ്രഹമാണല്ലോ, നമ്മുടെ എന്താ പറയുക, ഒരുപാട് നാളത്തെ ആഗ്രഹം എന്നൊക്കെ പറയില്ലേ, അതെ. അപ്പോൾ അങ്ങനെ ഒരു വീട് പണിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് അടുത്തത് നിലം കോൺക്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇവിടെയൊക്കെ തേക്കണം കേട്ടോ കേസ്. അപ്പോൾ ഇലക്ട്രിക്കലും എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. അപ്പോൾ ആൾ വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ കേസ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരും വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. സൗവൊക്കെ വരുന്നുണ്ട്. എന്തായാലും നിലം കോൺക്രീറ്റിൻ്റെ വീഡിയോ കാണാട്ടെ കേസ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ നിലം കോൺക്രീറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ കേസ്. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കബോർഡ് വർക്ക് കേട്ടോ. കബോർഡിൽ നെറ്റ് ആദ്യം വെച്ചിട്ട് പിന്നെ കബോർഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നെറ്റ് വെച്ചതിൽ നമ്മൾ ഇപ്പോൾ എന്താണ് സിമെൻറ്റും ഒക്കെ മട്ടിയൊക്കെ കലക്കിയിട്ട് അതും കൂടി വെച്ചിട്ട് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. അപ്പോൾ ഇനി തേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള മണലും കാര്യങ്ങളൊക്കെ അടിച്ചു തൊട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി ദൂരത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടത്. അപ്പോൾ മേൽഭാഗത്ത് ആദ്യത്തെ ദിവസം മേൽഭാഗത്തുള്ള ആ തേച്ച ഭാഗത്ത് സൗമ്യ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസുകളൊക്കെ ഞാൻ പഴയ എന്താ പറയുക ഈ വീട് പണി നടക്കുന്ന ആ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെല്ലാം കൂടിയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ കേസ്. അപ്പോൾ നമ്മുടെ തേപ്പിൻ്റെ മേൽഭാഗം റൂഫ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. അപ്പോൾ അവിടെയൊക്കെ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ റൂമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മുടെ ഇങ്ങനെ കിടക്കുന്ന വീട് തേപ്പ് കഴിഞ്ഞപ്പോൾ കൂടുതൽ എന്താ പറയുക ബലവും ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തേപ്പിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം അവർ വെളിയിലൊക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ അടുക്കളയിൽ നമ്മൾ സ്ലാബ് വാർക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഫെറോ സിമെൻറ്റിലാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള പ്രദീപ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ട് തന്നെയാണ് വന്നിട്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഫെറോ സിമെൻറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാട്ടെ ഗൈസ്. അങ്ങനെ ഫെറോ സിമെൻറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഓരോ സെൽഫുകളായിട്ടും നമ്മുടെ അടുക്കളയിലും എല്ലാം ചെയ്തോട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ അതിൻ്റെ ലാസ്റ്റ് വ്യൂ. ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ ഗൈസ്. ഇപ്പോൾ വെറും 3
3.5 സെൻറ്റ് സ്ഥലത്തിലാണ് കേസ് നമ്മുടെ ഈ വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചുറ്റുപാടും സ്ഥലം, അതായത് നമുക്ക് ചുറ്റും സ്ഥലമോ ഒരുപാട് സ്ഥലമൊന്നും ഇല്ല കേട്ടോ. ഈ കാണുന്ന ഈ ഫ്രണ്ടില്ല, ഇപ്പം ഞാൻ എൻ്റെ വണ്ടി നിർത്തിയിരിക്കുന്ന ഈ ഒരു പോസ്റ്റ്, ഈ ഭാഗം, ഈ ഫ്രണ്ടിൽ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് സ്ഥലമായിട്ട്. ബാക്കിലൊന്നും സ്ഥലമില്ലാത്ത കേസ്. അപ്പോൾ കുറച്ച് സ്ഥലമുള്ളൂ, ഒരാൾക്ക് നടക്കാനുള്ള ഗ്യാപ്പേ ചുറ്റുപാടും ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ നമ്മുടെ സ്ഥലത്ത് ഫുള്ളായിട്ട് വീട് നിൽക്കുകയാണ് അല്ലേ സാർ? വീട് നിൽക്കുകയാണ്. കുറച്ച് മുറ്റമുണ്ട്, 1-2 വണ്ടികൾ നിർത്താനുള്ള ഒരു മുറ്റം മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ അതൊക്കെയാണ്. നമുക്ക് ഇനി അകത്തേക്ക് പോയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണാട്ടെ കേസ്. തലമുട്ടണ്ട. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഒരു സിറ്റ് ഔട്ടിലേക്കാണ്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ കേസ്. ഈ കാണുന്നത് ചെറിയൊരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ വീട്ടിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം തേപ്പൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളത് ഫ്രണ്ടിൽ സ്റ്റെപ്പ് കെട്ടാനുള്ള കുഴിയൊക്കെ എടുത്തിട്ട് കരിങ്കല്ലൊക്കെ ഇട്ടിട്ട് ചന്ദ്രേട്ട അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ ഇനി നമ്മുടെ വീടിൻ്റെ അപ്ഡേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൈൽ ഒട്ടിക്കുന്നതും പെയിൻ്റ് അടിക്കുന്നതൊക്കെയാണ് കേസ്. അപ്പോൾ അതിൻ്റെ ചെറിയ വീഡിയോകളും കൂടി കാണുമ്പോഴേക്കും നമ്മുടെ വീട് ഓപ്പണിംഗ് ആവും. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാണാം. വീടിനുള്ള ടൈല് നോക്കാൻ വന്നിരിക്കുന്നത് ദൃശ്യ മാർബിൾ ആണ് കേസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടൈൽ എടുക്കുന്നത്. സൗ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ അകത്ത് പോയിട്ട് ടൈലൊക്കെ സെലക്ട് ചെയ്തിട്ട് ഏതാണ് എടുക്കണമെന്നൊക്കെ കാണിച്ചു തരാട്ടെ കേസ്. നോർമൽ മാറ്റ് അല്ല, നൈറ്റ് വെളിച്ചം ഈ ലൈൻസിൽ തിളക്കം വരുന്ന മാറ്റാണ്. ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു 74 ഡിസ്കൗണ്ട് ആയിട്ട് 52 രൂപ വരും. മാറ്റിന്റെ അടുക്കളയ്ക്ക് മാറ്റ് വേണ്ട വരും. ബാത്റൂമിലേക്കും മാറ്റ് ഫിനിഷ് ഫ്ലോറിലേക്ക് വേണ്ടി. ബാത്റൂമിന്റെ ഒക്കെ നമ്മള് ഇതില്ലേ അല്ല 3 സൈഡ് വാള്, അതൊക്കെ സാധാരണ മറ്റേ ഫ്ലോറിലേക്കുള്ള പോലെ. നമ്മുടെ വെളിയിലുള്ള ബാത്റൂമില്ലേ, ചെറിയ ബാത്റൂം, അതിലേക്ക് ഇട്ടാ ഹലോ കോമ്പിനേഷൻ ആണ് രണ്ടും കൂടിയിട്ട്. ഇതൊരു ഭാഗത്ത് ഇതൊരു ഭാഗത്ത് അടിഭാഗത്ത് ഇത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാത്റൂമിലേക്കുള്ളത്, അതായത് വെളിയിലത്തെ ബാത്റൂമിലേക്കുള്ളത്, പിന്നെ നമ്മുടെ കിച്ചണിലേക്കുള്ളത് എടുത്തിട്ടുണ്ട്. കിച്ചണിൽ ഇതാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് തന്നെയാണ് നോക്കാം. ഒന്നും കൂടി വേണം നോക്കാം. കുറച്ചുകൂടി വേറെ നോക്കാം അല്ലേ? ചളിയൊന്നും അറിയില്ല. നോക്കാം. അപ്പോൾ ഞങ്ങൾ വടക്കഞ്ചേരിയിലുള്ള ദൃശ്യ മാർബിളിൽ പോയിട്ട് ടൈലുകളൊക്കെ നോക്കിയിട്ട് തിരിച്ചെത്തിയിട്ട് കേസ്. അപ്പോൾ പിറ്റേ ദിവസം ഇപ്പോൾ തന്നെ നമ്മുടെ ബാക്കിൽ കക്കൂസിൻ്റെ കുഴിയൊക്കെ കുഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അത് വന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് 3-4 ആൾ വന്ന് പിടിച്ചിട്ടാണ് അത് അവിടെ കൊണ്ട് ഇറക്കിയത് കേട്ടോ കേസ്. വണ്ടി അധികം
അപ്പോൾ അങ്ങനെ നമ്മുടെ കക്കൂസ് ടാങ്കൊക്കെ ഇവിടെ ഇറക്കി അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്തിട്ട് അവർ പോയിട്ട് കേസ്. അതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ മേലെ നമ്മുടെ ടെറസിൻ്റെ മേലെ മട്ടിയിടൽ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനവിടെ നമ്മുടെ കെട്ടുകാരും എല്ലാവരും വന്നിട്ട് അവരെല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടിയിടലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫിനിഷിങ് സ്റ്റേജ് ഇങ്ങനെയാണ്. നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിട്ടാണ് കേസ് അവർ ചെയ്ത് തന്നിട്ട് പോയിരിക്കുന്നത്. ഇനി 2-3 ദിവസം വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ട് വേണം നമുക്കിനി അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേസ്. നമ്മുടെ ദൃശ്യ മാർബിളിൽ നിന്ന് ടൈലുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലോഡിങ്ങുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ വന്ന് നമ്മുടെ പുഴക്കലുള്ള ലോഡിങ്ങുകാരൊക്കെയാണ് കേസ് വന്നത്. അപ്പോൾ അവർ എല്ലാ സാധനങ്ങളും അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൈലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഇലക്ട്രീഷ്യനായ സൂര്യ വന്നിട്ട് പ്ലംബിംഗ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടാങ്കുകളൊക്കെ ഫിറ്റ് ചെയ്തു വിട്ടാൽ എന്നിട്ട് പൈപ്പ് കണക്ഷനും എല്ലാം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേസ്. എന്താ പറയുക, നമ്മുടെ ടൈല് വർക്കുകൾ തുടങ്ങി പ്ലംബിങ് കഴിഞ്ഞ ഉടനെ ടൈല് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ എന്താ പറയുക, കല്ലുകളൊക്കെ ഇവിടെ കൊണ്ട് കുറേ അടുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സുപ്രീമിൻ്റെ ടാങ്കാണ് കേസ് ഞങ്ങൾ വാങ്ങിയത്. കണ്ടില്ലേ, പൈപ്പ് കണക്ഷനൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് നമ്മുടെ മേലെ കൂടെ. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ വായനശാലയും നമ്മുടെ പാടങ്ങളൊക്കെ ഉള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ. ടൈലുകളൊക്കെ വന്നല്ലോ. അപ്പോൾ ഇനി ടൈൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടൈലിൻ്റെ വർക്ക് ചെയ്യുന്ന എല്ലാവരും വന്നിട്ടുണ്ട്. അവരിന്ന് ടൈലിൻ്റെ പണികൾ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ കേസ്. അപ്പോൾ റൂമുകളിലൊക്കെ ടൈല് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ അടുക്കളയിൽ ഗ്രാനൈറ്റൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വർക്കുകളും തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹാളിലാണ് ടൈലുകളൊക്കെ പതിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഹാളിന് അവിടെ നിന്ന് അകത്തുനിന്ന് അവർ പതിപ്പിച്ചു കൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് എന്താ പറയുക, വളരെ എക്സൈറ്റ്മെൻറ്റിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മളിതുവരെ ഇങ്ങനെ ടൈല് പണി ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ കേസ്. അപ്പോൾ അവർ ആദ്യം എന്താണ് മട്ടിയൊക്കെ വിരിച്ച് അതിൻ്റെ മേലെ ഓരോരോ ടൈല് വെച്ച് ഒട്ടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ സൗമ്യം കൂടിയിട്ട് ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ കേസ്. എങ്ങനെയാണ് ഇത് ഒട്ടിക്കുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പുതിയൊരു അനുഭവമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ കേസ്. അത് ഹാളിൽ വിരിച്ച് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷത്തോടു കൂടി ജനലിൻ്റെ വെളിയിൽ നിന്ന് ആ കാഴ്ചകൾ കാണുകയുണ്ട് കേസ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്ലോർ ഫുള്ളായിട്ട് ഇങ്ങനത്തെ വൈറ്റിൽ ബ്ലാക്ക് ലൈന് വരുന്ന ടൈലാണ് കേസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ റൂമിലും ഇത് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നടുക്ക് മാത്രം നമ്മളൊരു കറുപ്പ് ടൈല് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ബാക്കി എല്ലാവിടെയും ഈ വൈറ്റിൽ ബ്ലാക്ക് ലൈന് വരുന്ന ഈ ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടൈലിൻ്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കേസ്. നമ്മുടെ സ്റ്റെപ്പുകളിലും എല്ലാവിടെയും ടൈല് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് നമുക്ക് സ്വിച്ച് ബോർഡുകൾ, അതായത് സ്വിച്ചുകളും ബോർഡുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ പാലക്കാട് അങ്ങാടിയിലുള്ള ഒരു കടയിലാണ് കേസ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്വിച്ച് ബോർഡുകളും ലൈറ്റുകളും എല്ലാം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൗവും ഞാനും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ GMൻ്റെയും ഒക്കെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് സ്വിച്ചുകൾ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ആവശ്യമുള്ള, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനികളൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്ട് കേസ്. ഇനി അടുത്തൊരു പാട്ട് നമുക്ക് ഇനി കറണ്ട് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, സ്വിച്ച് ബോർഡുകൾ വയ്ക്കുന്ന കാഴ്ചകളുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ചെറിയൊരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ കേസ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.